ഇപ്പൊ ഈ നമ്മളിപ്പോ ഈ സ്പോർട്സിന് ഒരു ട്രെയിനിങ് എന്നൊക്കെ വരുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് നേരിടേണ്ടി വരും. അപ്പോൾ മാസ്റ്റർ നേരിട്ട ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താണ്? സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ലൈഫിൽ മൊത്തം സ്ട്രഗിള് കണ്ടിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് അതിൽ നിന്നും മാറി ഒരു മോട്ടിവേറ്റ് ആയിട്ട് പുറത്തോട്ട് വരാന്ന് വലിയ കാര്യം. അപ്പൊ അതിന്റെ ഒരു പ്രചോദനം എങ്ങനെയാണ് കിട്ടിയത്? പ്രശ്നങ്ങളൊന്നും സാധാരണ എല്ലാവർക്കും വരുന്നതാണ്. പ്രശ്നങ്ങളില്ലാത്ത അപ്പം എന്ത് പ്രശ്നമായാലും കുറച്ചുനാൾ എന്തായാലും മൈൻഡൊക്കെ ഓഫായി പോയി വരുന്നതാണ്. പിന്നെ പോട്ടെ, എന്തായാലും പിന്നെയും വേറെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇന്നും ഒരു പ്രശ്നം ഉണ്ടാവും, അത് തീർന്നു. പിന്നെ ഒരു മാസം 2 മാസത്തേക്ക് ആ പ്രശ്നം ഉണ്ടാവും. പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രശ്നം വരും. പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, അത് എന്തായാലും വരാണ്ടിരിക്കില്ല. എവിടെ പോയാലും പ്രശ്നം ഉണ്ടാവും. പ്രശ്നമില്ലാത്ത അത് ഓവർകം ചെയ്യാതെ നമ്മളെ കാര്യം മാത്രം നോക്കി പോവാ, വേറെ എവിടെയും ചിന്തകൾ പോവാണ്ട് നീറ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ, ആരടുത്തും കൂടുതൽ സംസാരിക്കാണ്ട് വർക്കൗട്ട് ചെയ്യാൻ പോവാ, നമ്മുടെ കാര്യം മാത്രം നോക്കി പോയാൽ മതി. അപ്പോൾ ഇത്ര നേരം നമ്മൾ മാസ്റ്ററിനോടൊക്കെ സംസാരിച്ചു. നമ്മുടെ യുവതലമുറയോട് മാസ്റ്റർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും അത് തന്നെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഫിറ്റ്നസ്സിലോട്ട് കുറച്ച് ഫോക്കസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഫിറ്റ്നസ്സിലോട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതും ഫിറ്റ്നസ്സിലോട്ടും മാർഷൽ ആർട്സിലോട്ടും ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കുറച്ച് പോവാം. എന്ന് വെച്ചാൽ എല്ലാ അമേരിക്ക, തായ്ലാൻഡും പിന്നെ എല്ലാ സ്ഥലത്തിലും മാർഷൽ ആർട്സ് MMA ബേസിലും മൊയ് തായ്, സ്ട്രൈക്കിങ്ങിലും ബോക്സിങ്ങിലും എല്ലാവരും നല്ലൊരു മേളിലുണ്ട്. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ സ്പോർട്സിൽ ആരും അങ്ങനെ വരുന്നില്ല. വന്നാലും അതിന് പ്രോപ്പറായിട്ട് ഒന്നും കിട്ടൂല. എന്നാലും അതിന് വേണ്ടിയല്ല നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു ഹെൽപ്പ് ചെയ്യണോ അങ്ങനെ ചെയ്തു പോകാണ്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് സ്പോർട്സിൽ ഒരു കോൺസെൻട്രേഷൻ ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോയാൽ ലൈഫ് നല്ലതായിരിക്കും. ഒരു ഡിസിപ്ലിനായിട്ട് ലൈഫിൽ മുമ്പോട്ട് പോകാൻ പറ്റും. ഇന്ന് മദ്യ വലിക്കുന്നതും പിന്നെ അതൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം വരുന്ന എല്ലാവരും അങ്ങനെയാണ്. സ്മോക്കിങ് കാര്യങ്ങൾ എല്ലാം എവിടെ പോയാലും, ചെറിയ കുട്ടിയോട്ട് പെണ്ണുങ്ങൾ എല്ലാവരും, ഗേൾസ് ബോയ്സ് അങ്ങനെ സെപ്പറേറ്റ് ഇല്ല, എല്ലാവരും ഉണ്ട്. അപ്പം അതൊക്കെ നിർത്തണമെങ്കിൽ ഇങ്ങനെ സ്പോർട്സ്, മാർഷൽ ആർട്സ്, ഫിറ്റ്നസ്സിലോട്ട് വന്നാൽ മാത്രമാണ് അതൊക്കെ നിർത്തി മുമ്പിലോട്ട് ലൈഫിൽ നല്ല രീതിയിൽ പോകാൻ പറ്റും. പിന്നെ പേഴ്സണൽ ട്രെയിനിങ്ങും പിന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു 3 ദിവസം, പിന്നെ മാസത്തിൽ ഒരു 12 ക്ലാസ്സും ഒരു 20 ക്ലാസ്സും സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും പേഴ്സണൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അല്ലാണ്ട് ജിം കൂടിയിട്ടൊരു ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ മാസ്റ്ററിനെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചു. ഞാൻ മാസ്റ്റർ എന്ന് വിളിക്കുന്ന മെയിൻ റീസൺ എന്ന് വെച്ചാൽ എൻ്റെ മാസ്റ്ററും കൂടിയാണ്, എന്നെ മൂവാട്ടായി പഠിപ്പിക്കുന്ന ആളും കൂടിയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പം ഇനി നമുക്ക് മാസ്റ്ററിൻ്റെ വീഡിയോസുകളും വന്നുകൊണ്ടിരിക്കും. മാസ്റ്ററിൻ്റെ മൂവാട്ടായിന്ന് പറ്റി സംസാരിച്ചത് മാത്രമല്ലല്ലോ, അതിൻ്റെ കഴിവും എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ വീഡിയോസ് നമ്മൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്ര നേരം നമ്മുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്.